നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള 50 ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ്? ഗുജറാത്തിലെ പോർബന്ദർ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പലചരക്ക് വ്യാപാരി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ച രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപീകരിച്ച സംഘടന ഏതാണ്? ലിറ്റിൽ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജി പങ്കെടുത്ത ഏക യുദ്ധം ഏതാണ്? ബൂവർ യുദ്ധം. ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി പ്രവർത്തിച്ച വിഭാഗം ഏത്? ഇന്ത്യൻ ആംബുലൻസ് ആർമി. ബൂവർ യുദ്ധത്തിലെ പങ്കാളിത്തത്തിന് ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ബഹുമതി ഏത്? കൈസർ ഇ ഹിന്ദ്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകാനുണ്ടായ കാരണം എന്താണ്? ജാലിയൻ വാലാബാഗ് ദുരന്തം. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കയിൽ. ഒന്നാം മഹായുദ്ധകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിക്ക് നൽകിയ പുരസ്കാരം ഏത്? കൈസർ ഇ ഹിന്ദ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നായിരുന്നു? 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്ന ജനുവരി 9 എല്ലാ വർഷവും ഏത് ദിനമായാണ് ആചരിക്കുന്നത്? പ്രവാസി ദിനം. ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്റ്റേഷനിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയത്? പീറ്റർ മാരിറ്റസ് ബർഗ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലും വൈസ്രോയിയും ആരായിരുന്നു? ലോർഡ് ചെംസ്ഫോർഡ്. 1917 ചമ്പാരനിൽ എന്ത് കൃഷി ചെയ്യാനാണ് സർക്കാർ നിർബന്ധിതരായത്? ഇൻഡിഗോ. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. ഏത് സ്ഥലത്താണ് ഗാന്ധിജി അടിസ്ഥാന സ്കൂൾ സ്ഥാപിച്ചത്? ബീഹാറിൽ. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡി യാത്ര. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നായിരുന്നു? 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് എവിടെ നിന്നാണ് ആരംഭിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജി എത്ര അനുയായികളോടൊത്താണ് ദണ്ഡി യാത്ര ആരംഭിച്ചത്? 78. സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച ദണ്ഡി മാർച്ച് ദണ്ഡിയിൽ എത്തിയത് എന്നാണ്? 1930 ഏപ്രിൽ 6. സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ദണ്ഡി മാർച്ച് ദണ്ഡിയിലെത്താൻ എത്ര ദിവസം സഞ്ചരിക്കേണ്ടതായി വന്നു? 24 ദിവസം. ദണ്ഡി മാർച്ചോടുകൂടി ആരംഭിച്ച ഇന്ത്യൻ ബഹുജന പ്രസ്ഥാനം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സമുദ്രജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് എന്തെന്നറിയപ്പെടുന്നു?
ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഏത് ഉടമ്പടിയോടുകൂടിയാണ് നിർത്തലാക്കിയത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്? 1931 മാർച്ച് 5. സി രാജഗോപാലാചാരി ഉപ്പു സത്യാഗ്രഹം നയിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ് ഉപ്പു നിയമലംഘനം നടത്തിയത്? വേദാരണ്യം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സിവിൽ നിയമലംഘനം ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജി ഇർവിൻ ഉടമ്പടി ഇന്ത്യയുടെ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? സിവിൽ നിയമ ലംഘനം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? കെ കേളപ്പൻ. കെ കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജാഥഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരേ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ? ബേപ്പൂർ, പയ്യന്നൂർ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിരാഹാര സമരത്തിൽ മരണപ്പെട്ട വ്യക്തി ആര്? AC കുഞ്ഞിരാമൻ അടിയോടി. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? TR കൃഷ്ണസ്വാമി. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. T കൃഷ്ണപിള്ള. PC കുഞ്ഞിരാമൻ അടിയോടി എത്ര ദിവസമാണ് ജയിലിൽ നിരാഹാരം നടത്തിയത്? 43 ദിവസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ.